എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. പാർട്ട് 5 വരെ ഓൾറെഡി ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്: ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കോമ്പലാണ്. കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പലാണ്. ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏത്? ശ്വാസകോശം, വൻകുടൽ, ചെറുകുടൽ, വൃക്ക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൃക്കയാണ്. ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജന അവയവം വൃക്കയാണ്. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം: ജീവകം സി, ജീവകം എ, ജീവകം ഇ, ജീവകം കെ. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം വൈറ്റമിൻ സി ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി: ഉഷസ്, ആർദ്രം, ബാലമുകുളം, സ്നേഹപൂർവം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഉഷസ് ആണ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ്. തൊണ്ടമുള്ളിന് അല്ലെങ്കിൽ ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന രോഗാണു: വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബാക്ടീരിയയാണ്. തൊണ്ടമുള്ളിന് കാരണമാകുന്ന രോഗാണു ബാക്ടീരിയയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏതാണ്? ഉജ്ജ്വല, പവിത്ര, ഭാഗ്യലക്ഷ്മി, ഹരിത. സങ്കര ഇനം പച്ചമുളക് ഉജ്ജ്വലയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ഇല, തണ്ട്, വേര്, വിത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, തണ്ടാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? കോന്നി, ഷോളയാർ, നെല്ലിയാമ്പതി, പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത്: ആൽമിത്ര പട്ടേൽ, സുനിത നാരായണൻ, മേധ പട്കർ, വന്ദന ശില. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മേധ പട്കറാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏത്? മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, കാർബൺ ഡയോക്സൈഡ്. ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ എ, വിറ്റാമിൻ ബി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വിറ്റാമിൻ ഡി ആണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഡി ആണ്. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏത്? നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നാഷണൽ പാർക്കുകളാണ്. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖലയാണ് നാഷണൽ പാർക്കുകൾ. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയാണ്? കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ. കുരുമുളക്, കിഴങ്ങുവർഗം, കരിമ്പ്, തെങ്ങ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കിഴങ്ങുവർഗമാണ്. വെള്ളായണി ഹ്രസ്വയിൽ ഉൾപ്പെടുന്നത് കിഴങ്ങുവർഗമാണ്. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം: അനീമിയ, മലേറിയ, ഗൊണേറിയ, ഡയേറിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡയേറിയയാണ്. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ഡയേറിയ. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 4 ശരിയാണ്. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ഇതാണ് ശരിയായിട്ടുള്ളത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ: സാൽമോണല്ല ബാക്ടീരിയ, സൂപ്പർ ബഗ്, ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ, ഈക്കോളി ബാക്ടീരിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഈക്കോളി ബാക്ടീരിയയാണ്. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരമുള്ള ആവരണം: പെരികാർഡിയം, മൈലിൻ ഉറ, പ്ലൂറാസ്തരം, പ്ലാസ്മ തരം. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരമുള്ള ആവരണം പെരികാർഡിയമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
നിപ്പ അസുഖമുണ്ടാക്കുന്ന രോഗാണു ഏത്? വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ. നിപ്പ അസുഖമുണ്ടാക്കുന്ന രോഗാണു വൈറസ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓക്സിജൻ, നൈട്രസ് ഓക്സൈഡ്. ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഓക്സിജനാണ്. ബാക്കിയെല്ലാം ഹരിതഗൃഹവാതകങ്ങളാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് ഒക്കെ ഹരിതഗൃഹവാതകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി? അമ്മത്തൊട്ടിൽ, കാരുണ്യ, താലോലം, ശിശുക്ഷേമ സമിതി. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് വ്യായാമക്കുറവ്, അത് ശരിയാണ്. സാംക്രമികം, അത് തെറ്റാണ്. പരമ്പരാഗതം, അതും തെറ്റാണ്. അമിത ഭക്ഷണം, ഇത് ശരിയാണ്. അപ്പം ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ വ്യായാമക്കുറവ്, അമിത ഭക്ഷണമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? ന്യൂട്രോഫിൽ, ത്രോംബോസൈറ്റ്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ത്രോംബോസൈറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. DNA-യിലെ നൈട്രോജിനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏത്? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, യുറാസിൻ. ഉൾപ്പെടാത്തത് യുറാസിലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. DNA-യിലെ നൈട്രോജിനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് യുറാസിലാണ്. നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ. നിശാന്തതയ്ക്ക് കാരണം വൈറ്റമിൻ എയുടെ അഭാവമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.